പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ സഹോദരരെ, ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്കൊരു ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ചില ക്രിയകൾ, ചില പ്രവൃത്തികൾ നമ്മളിലൂടെ സംഭവിപ്പാനിടയാകും. നമുക്ക് അറിയാം, പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്, പാരാക്ലീറ്റസ്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന ആത്മാവ്, അതായത് ദൈവാത്മാവ്, ത്രിയേക ദൈവം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. അത് 3 ആളത്വമാണ്, എന്നാൽ അവർ ഒന്നാണ്. മൂവരും ചേരുന്നത് ഒന്നാണ്, എന്നാൽ 3 ആളത്വം, വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഉള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇങ്ങനെ കാണാൻ പാരാക്ലീറ്റസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആശ്വാസപ്രദൻ, കാര്യസ്ഥൻ, സത്യത്തിൻ്റെ ആത്മാവ്, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. അങ്ങനെ ദൈവാത്മാവ് ഇവിടെ പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പ്രവൃത്തിയുടെ പുസ്തകം എഴുതുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, പരിശുദ്ധ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവരിൽക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരിലൂടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ, ഒരു വ്യക്തിയിൽ സംഭവിച്ചാൽ അത് ഒരിടത്ത് ഒതുങ്ങുന്നതല്ല എന്നതാണ് ഇതിനെ ഉദ്ദേശമാക്കുന്നത്. അപ്പോൾ അവർ കൂടിയിരുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. നിങ്ങൾ പിതാവിൽ നിന്നുള്ള വാഗ്ദത്തം അത് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. എന്താണ് ആ വാഗ്ദത്തം? ആ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. ആ പരിശുദ്ധാത്മനെ പ്രാപിക്കുവാൻ അവർ കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ശക്തി വരുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, ആ ശക്തി ലഭിച്ച് ഇറങ്ങിയ പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് സ്നാനപ്പെടുവാനിടയായി. ആദ്യമായിട്ടൊരു സഭയിലേക്ക് 3000-ഓളം പേരെ കൂട്ടിച്ചേർത്ത ഒരു അപ്പോസ്തലൻ പത്രോസാണ്. അതെന്തുകൊണ്ടെന്നറിയാമോ? ആത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ ആ ഫലത്തെ പുറപ്പെടുവിച്ച അപ്പോസ്തലനാണ് ആദ്യമായിട്ട് പത്രോസ്. അത് പ്രാപിച്ചത് കൊണ്ട് മാത്രമാണ്, ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ട് മാത്രമാണ് അപ്പോസ്തലൻ അത് ചെയ്യുവാൻ കഴിഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈ പകൽക്കാലം എൻ്റെ ശബ്ദത്തെ ശ്രവിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നാം ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ, നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നാം എന്ത് പ്രാപിക്കണം? ആ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. നമ്മെ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആത്മാവാണ്. നമുക്ക് ഗൈഡൻസ് തരുന്ന ആത്മാവാണ്. നമ്മെ സൗഖ്യമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നമുക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് എന്നെ ശ്രവിക്കുന്നവർ ആരെങ്കിലും സമാധാനമില്ലാതെ ഇരിക്കുകയാണോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നമാണോ? കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണോ? അതേ രോഗവിഷയമാണോ? എന്തായാലും ഈ പകൽക്കാലം ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആ ആത്മാവ് നിങ്ങളെ ഇന്ന് സൗഖ്യമാക്കും. ഹല്ലേലൂയ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട മക്കളെ തിരുകരങ്ങൾ സമർപ്പിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒരു കാര്യസ്ഥനായി കൂടെ ഇരുന്ന്, ഒരു രോഗസൗഖ്യദായകനായി കൂടെ ഇരുന്ന്, അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി ഈ പകൽക്കാലം ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവ് സൗഖ്യമാക്കി വിടുവിച്ച് അവരുടെ ആവശ്യങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചു മാനിക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അടുത്തിരിക്കാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.